അങ്ങനെ വീണ്ടും ഞാൻ തന്നെ. ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് സമയം കിട്ടിയില്ല. പിന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇടാൻ കുറേ സമയം എടുക്കൂടെ. കാരണം ഇത് മാത്രമല്ലല്ലേ നമ്മളെ പണി, വേറെ ഇല്ല പണികളില്ല. അതിൻ്റെ അടിയിൽ കൂടെ അല്ലേ ഇപ്പോൾ ഈ പണിയൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യണവർക്ക് അറിയട്ടെ ഇതിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെയുണ്ട് നമ്മൾ ഓരോ വീഡിയോസും ഇതിൻ്റെ മുന്നിൽ കൊണ്ടുതന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തിനാ പത്ര ഗതിയിട്ട് ഇടണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമല്ലേ. അങ്ങനെ തക്കണ ഇത് വ്യാഴാഴ്ചക്കത്തെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വേഗം തന്നെ അടിച്ചേരി തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. ഒന്നിപ്പോൾ സിറ്റ് ഔട്ടിൽ പട്ടികളൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. അത് പിന്നെ കുട്ടിമാൻ അവിടെ കേക്കി തന്ന് ക്ലീനാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ച് പോന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പർ അവിടെ കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടക്കും നിൽക്കും ഇതേമാതിരി ഓരോ ശല്യമെല്ലാം ഉണ്ട്. ഇടക്കിടക്ക് ഈ ഒരു പണി തന്നെയാണ് കേട്ടോ. പിന്നെ അതങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മടക്കി വെക്കാണ്ടേന്ന് കേട്ടോ. തുണികൾ എവിടേക്കേലൊക്കെ പോകുമ്പോൾ പലതരം മോഡൽ ഇട്ട് നോക്കും. പിന്നെ അതൊക്കെ കഴിച്ചിടും. പിന്നെ എന്നിട്ട് അതൊക്കെ മടക്കി വെക്കൽ വലിച്ചിട്ട സാറ് പിന്നെ മടക്കി വെക്കാൻ ഉണ്ടാവില്ലേ. അതൊക്കെ കഴിഞ്ഞാൽ വേഗം തുടച്ചെടുക്കുക കേട്ടോ. സീറ്റ് ഔട്ട് ഞാൻ നല്ല കഴിയുന്നു. പിന്നെ ഒന്ന് തുടച്ച് കാണൊന്ന് പോരാനുള്ളതെന്ന് കേട്ടോ. വെള്ളം ആയതുകൊണ്ട് എന്നും തുടക്കാഞ്ഞ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ, ഗതികേടാണ്. അപ്പോൾ വേഗം തന്നെ തുടച്ചെടുക്കണം. പിന്നെ നിഷുവിന് സ്കൂൾക്ക് ചോറ് കൊടുത്തയച്ചതിന് ശേഷം പിന്നെ എനിക്ക് ചോറും കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തറവാട്ടിക്ക് ഇളച്ചി വിളിച്ചുകൊണ്ടാണ് തറവാട്ടിക്ക് വരികയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പം ഇന്ന് ഇളച്ചൻ പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇളച്ചനും പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓൻ്റെ ലീവ് കഴിഞ്ഞ് ഓൻ പോവാണ്. ഇതേപോലെ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ കുട്ടിമാനും പോകാനായിട്ടോ. അപ്പം നല്ല അവിടെ ഒന്ന് പോയോ കരുതിയാണ് വേഗം തന്നെ പണി ഒരുക്കേണ്ടതിന് മുന്നേ തന്നെ ഞാൻ പോകണമെന്ന് കരുതി. ഞാൻ പറഞ്ഞില്ല. പിന്നെ പട്ടിയും കാര്യങ്ങളൊക്കെ കയറിയപ്പോൾ അവിടെയൊക്കെ ഒന്ന് കഴുകാനും ഇതിനൊക്കെ നിന്നു. ഞാനല്ലല്ലോ കഴുകിയതെന്നാലും അതിനൊക്കെ ഒന്ന് കൂടി കൊടുത്തതൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ശേഷം പിന്നെ അതാക്കണേ ഞാൻ തറവാട്ടിലേക്ക് പോകാൻ കേട്ടോ. അവിടുത്തെ പാത്രങ്ങൾ കുറച്ചുണ്ടായിന്, അതും കൂടെ കൊണ്ടാണ് പോണത്. അവിടുത്തത് ഇവിടെയും ഇവിടുത്തത് അവിടെയൊക്കെ ഉണ്ടാവട്ടെ എടുത്താവുമ്പോൾ. അങ്ങനെ ഇതാക്കണ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അമ്മ ഇവിടെ ഇതാക്കണ നേരെ ഇറച്ചി പൊരിച്ചാൻ വേണ്ടി വെച്ച് കണ്ടോ. അവന് കൊണ്ടുപോകാമല്ലാണ് കേട്ടോ. കുറച്ച് അമ്മ പൊരിച്ച് കൊണ്ടേ അവിടെ റെഡിയാക്കി വെച്ചിക്കണം. പിന്നെ ഇതാക്കണ ചോറ് ഇപ്പം വെച്ചിക്കണം. പിന്നെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പം തന്നെയാണ് കേട്ടോ ചോറ് വെക്കൽ. ഞങ്ങൾക്ക് അതിൻ്റെ സാധനങ്ങൾ ആക്കി കൊടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ ആ തൊട്ടിയിൽ ഇറങ്ങുന്ന നാത്തൂൻ്റെ കുട്ടിയാണ് കേട്ടോ. ആ ചാടി കളിച്ചിട്ട് ഇപ്പോൾ പോണ ആളെ കുട്ടി കേട്ടോ. പിന്നെ തോൻ്റെ പിന്നെ പൂച്ചർക്കായതുകൊണ്ട് വേഗം തന്നെ ഉറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട് അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഒന്നും കൂടെ തറവാട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പം ചോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ. പിന്നെ അളിയാക്കിയും അതായത് വലിയ നാത്തൂൻ്റെ ഹസ്ബൻഡും അവിടെ ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അളിയാക്കാക്കും കൊടുത്തേക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താത്ത അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാക്കണം അവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സിനും പിന്നെ അതുപോലെ നമ്മൾ അളിയാക്കാക്കും കൊടുത്തേക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്നു കേട്ടോ. താത്ത നല്ല ബീഫിൻ്റെ അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടോ. കുപ്പിയിലാക്കിൻ്റെ ബാക്കി പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടോ കൊള്ളാത്തത്. അങ്ങനെ അവൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ പോകാൻ സമയമായപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ കേട്ടോ. എത്ര വരുമ്പോൾ നമ്മൾ സന്തോഷിച്ച് പറഞ്ഞാൽ പോകുമ്പോൾ എല്ലാവരും ഉള്ളിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്തായാലും പോലും പോവാതിരിക്കാൻ പറ്റില്ല. ഇതാക്കണം ഇതോൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ ഓനോടെ സൈക്കിൾ ഓട്ടുന്ന തിരക്കില്ലേനെ ഓനെ പിടിച്ചിട്ട് കൊടുന്ന് അബ്ബക്ക് ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓൻ്റെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓനും പോയിട്ടോ. പിന്നെ